ഹലോ, വെൽക്കം ടു കുട്ടി സ്റ്റോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോമിൻ്റെ 5th സെമ്മിലെ BRM ആണ്, അതായത് ബിസിനസ് റിസർച്ച് മെത്തേഡ്. ഇതെന്തായി ബികോമിനും BBAക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം നമുക്കിതിന് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ബിസിനസ് റിസർച്ച് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചിനെ കുറിച്ചിട്ടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, എങ്ങനെയൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, എങ്ങനെയൊക്കെ ഡാറ്റാസ് അനലൈസ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് റിസർച്ച് എന്താണെന്നാണ്. അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് വേനാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് പെട്ടെന്ന് സൊല്യൂഷൻസ് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടൊക്കെ വേണം അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ. അതായത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയാലാണ് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുക. അപ്പോൾ അതിനെയാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അപ്പോൾ അതിനെയാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഡിസ്കവറി ഓഫ് നോളജ്. നോളജിൻ്റെ ഒരു ഡിസ്കവറിയാണ് റിസർച്ച്. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ. റിസർച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് റിലേറ്റഡ് ആണ്. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. ഇത് കെയർഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. ഇത് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആയിട്ടും ഒബ്സർവേഷനായിട്ട് ബേസ് ചെയ്യുന്നുണ്ട്. ദി റിസർച്ചേഴ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ഫോർ അൺസോൾവ്ഡ് പ്രോബ്ലം. അൺസോൾവ്ഡ് പ്രോബ്ലത്തിന് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു ഡിസിഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല. ഒരു എടുക്കുന്നതിന് മുമ്പ് ആ ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ആ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട ഡാറ്റാസ് കളക്ട് ചെയ്യണം. എന്നിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യണം. എന്നിട്ട് അനലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡിസിഷൻ എന്താക്കണം, ടോപ്പ് ലെവൽ മാനേജേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഡിസിഷൻ ആ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പം അതിനെയാണ് ഈ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിലുണ്ടാകുന്ന പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അത് ടോപ്പ് ലെവൽ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ ആ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിലുണ്ടാവുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തുക. നെക്സ്റ്റ് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് വണ്ണാണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ഗേദർ ചെയ്യുകയും ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സിലൂടെയാണ്. രണ്ടാമത്താണ് ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് പർപ്പസ്. അതായത് ഒരു റിസർച്ചർ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് വേ കൂടിയാണ്. മൂന്നാമത്താണ് ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതായത് അതിൽ മാത്തമാറ്റിക്സ്, സൈക്കോളജി, സോഷ്യോളജി, ഫിസിക്സ്, എക്കണോമിക്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റിലുള്ള ലോക്കൽ പ്രോബ്ലംസ് ഒക്കെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് ദി യൂസ് ഓഫ് ദി ഇൻ്റർനെറ്റ്. അതായത് പ്രൊഡക്ട്സിനെ കുറിച്ചും കോമ്പറ്റീറ്റീവ്സിനെ കുറിച്ചും ബിസിനസ് ഫീൽഡിനെ കുറിച്ചും കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ് ബിസിനസ് റിസർച്ച് ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ഡിമാൻഡ്. ബിസിനസ് റിസർച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഡിമാൻഡാണ്. നെക്സ്റ്റ് പറയുന്നതാണ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് അനാലിസിസ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനും അവരുടെ എക്സ്പെക്റ്റേഷനും അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അല്ല ഒരു കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്താണ്, കസ്റ്റമേഴ്സ് വാങ്ങാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് ഫെയിൽ ആവും. രണ്ടാമത്തതാണ് മാർക്കറ്റ് അനാലിസിസ്. അതായത് കറൻറ്റ് ഡിമാൻഡിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് ഈ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്.
മൂന്നാമത്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതായത് ഒരു കമ്പനീൻ്റെ ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് ആൻഡ് ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റിന് എത്രത്തോളം കോസ്റ്റ് വരുന്നു ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതായത് ലേബർ കോസ്റ്റ് എത്രയാണ്, റോ മെറ്റീരിയൽ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ഇതൊക്കെ മാനേജ്മെൻറ്റ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്, അതായത് ഒരു മാർക്കറ്റിൻ്റെ കറൻറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അതായത് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മെത്തേഡ് ഏതാണ്, അവർ എത്രത്തോളം ലോയലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കോമ്പറ്റീറ്റർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഈ ഗ്രോത്ത് അനാലിസിസ്, അതായത് നിലവിലുള്ള മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ആണ് ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ കമ്പനീൻ്റെ ഇപ്പോഴത്തെ ഗ്രോത്ത് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പറേഷണൽ റിസർച്ച്, അതായത് ഒരു ഫേമിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ സ്റ്റേജസും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ടൈപ്പ് ബിസിനസ് റിസർച്ച് എന്താണ്, വേസ്റ്റ്, ഇൻഎഫിഷ്യൻസി, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഇനി രണ്ടാമത്തതാണ് കേസ് സ്റ്റഡീസ്, അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡിനാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയനെ എടുത്തിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഒന്നുകിൽ ഒരു ബിസിനസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ ആവാം. അതിലേതെങ്കിലും ഒന്നിനെ എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, അതായത് പ്രൈമറി ഡാറ്റാസും ഉണ്ട്, സെക്കൻഡറി ഡാറ്റാസും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഫേമിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി നെക്സ്റ്റ് ആണ് സർവേ ആൻഡ് ഫോക്കസ്ഡ് ഗ്രൂപ്പ്സ്. ഒരു റിസർച്ച് നമുക്ക് സർവേ വഴി നടത്താം, അതുപോലെ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്താം. സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരാളുടെ അടുത്ത് പോയിട്ട് അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. എന്നാൽ ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് റിസർച്ച് ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർവ്യൂ ഡിസൈൻ. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഡിസൈൻ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഡിസൈൻ ഉണ്ട്, അതുപോലെ ഓപ്പൺ ഇൻ്റർവ്യൂ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഡിസൈൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ലിസണിങ്. ബിസിനസ് റിസർച്ചിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ലിസണിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഈ ലിസണിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വസ്റ്റ്യനെയർ ആൻഡ് ക്വസ്റ്റ്യനിങ്. ബിസിനസ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ക്വസ്റ്റ്യനെയറും അതുപോലെ ക്വസ്റ്റ്യനിങ്. ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമേഴ്സിനൊക്കെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആൻസേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ക്വസ്റ്റ്യനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂയും ക്വസ്റ്റ്യനെയേഴ്സും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ആണ് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ ആൻ എക്കണോമിക്കലി സൗണ്ട് മാനർ. എക്കണോമിക്കലി സൗണ്ട് മാനറിൽ ബിസിനസ് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതാണ് ടു എൻഷുർ ഫ്യൂച്ചർ സക്സസ്. ബിസിനസ് റിസർച്ച് എന്താണ്, ഫ്യൂച്ചർ സക്സസ് ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്താണ് ഗ്യാദർ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് കണ്ടക്റ്റിന് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ബിസിനസ് റിസർച്ച് ഗ്യാദർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ടു ഡിറ്റർമൈൻ ദി പ്ലേയേഴ്സ് ഇൻ ദി ജോബ് മാർക്കറ്റ്. ജോബ് മാർക്കറ്റിലെ പ്ലേയേഴ്സിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ദി മാനേജേഴ്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് സ്മോൾ പ്രോബ്ലംസ്. സ്മോൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും മാനേജേഴ്സിന് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്. ബിസിനസ് റിസർച്ച് ടൈമും കോസ്റ്റും ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ബിസിനസ് റിസർച്ച് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് റിസർച്ച്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജോബ് സീക്കേഴ്സ്. അതായത് ഒരു ജോബ് അന്വേഷിച്ച് നടക്കുന്നവരെയാണ് ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന പേഴ്സൺസ് ആണ് ജോബ് സീക്കേഴ്സ്. അപ്പോൾ ഈ ജോബ് സീക്കേഴ്സിന് ഒരു കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്താണ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്താണ് B2B പ്രൊവൈഡേഴ്സ്. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ഈ ബിസിനസ് റിസർച്ചാണ് നോക്കുന്നത്.
അതായത് രണ്ട് ബിസിനസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ആണ് ഫിലോന്ത്രപ്പിക് ഓർഗനൈസേഷൻസ്. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഓർഗനൈസേഷൻസിനെയാണ് ഈ ഫിലോന്ത്രപ്പിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇവർ ഒരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യും. അതായത് ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ നല്ലതാണോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫോൾട്ടൊക്കെ നടക്കുന്നുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കമ്പനീസ്. അതായത് ഏതൊരു കമ്പനിക്കായാലും ബിസിനസ് റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് വൺ ആണ് മാനേജ്മെൻറ്റ് ടൂൾ. മാനേജ്മെൻറ്റിന് ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് റിസർച്ച് ഒരു മാനേജ്മെൻറ്റ് ടൂൾ ആണെന്ന് പറയാം. രണ്ടാമത്തേതാണ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് റിലയബിൾ സോഴ്സസിൽ നിന്ന് ബിസിനസ് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് റീഡിഫൈനിങ് പെർസെപ്ഷൻസ്. അതായത് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ബിസിനസ്സിൽ എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്ന് അസസ് ചെയ്യാം. നാലാമത്തേതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് ബിസിനസ് റിസർച്ചിലൂടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ ബിസിനസ് റിസർച്ച് വഴി ഒരു ബിസിനസ്സിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ ബിസിനസ്സിൽ ഉണ്ടാവാൻ ചാൻസുള്ള റിസ്ക് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ബിസിനസ്സിൽ ഉണ്ടാവാൻ ചാൻസുള്ള റിസ്ക് ഒക്കെ മുൻകൂട്ടി കാണാൻ കഴിയും. എന്നിട്ട് അതിലൂടെ ബിസിനസ്സിൻ്റെ റിസ്ക് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതൊക്കെ സോൾവ് ചെയ്യാനും കഴിയുന്നുണ്ട്. അഞ്ചാമതാണ് ഷേപ്പ് സ്ട്രാറ്റജീസ്. അതായത് ബിസിനസ് റിസർച്ചിലൂടെ പ്രസൻറ്റ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിന് നല്ലൊരു ഷേപ്പ് ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. അതിൽ ഫസ്റ്റ് വൺ ആണ് കളക്ട് ഇൻഫർമേഷൻസ് ഫോർ എക്കണോമിക് പ്ലാനിങ്. അതായത് എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ബിസിനസ് റിസർച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതാണ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിങ് പ്രോബ്ലംസ്. പ്ലാനിങ് പ്രോബ്ലംസും ഓപ്പറേഷണൽ പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ബിസിനസ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ എക്സെട്ര. ഇത് ഡിമാൻഡും പ്രൊഡക്ഷനൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് പോളിസീസ് അറ്റ് ഗവൺമെൻറ് ലെവൽസ്. ഗവൺമെൻറ് ലെവൽസിലുള്ള പോളിസീസിനൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഇൻ ലാർജ് സ്കെയിൽ ബിസിനസ് ഫേംസ്. ലാർജ് സ്കെയിൽ ബിസിനസ് ഫേംസിൽ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിസർച്ച് പ്രോസസ്സ്. ഇതിന് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്നും പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി ടോപ്പിക് ഓർ റിസർച്ച് പ്രോബ്ലം. അതായത് ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യണം. അതായത് ഏത് പ്രോബ്ലം ആണോ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ആ ഒരു പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. അതായത് ഓൾറെഡി നമ്മൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം ആയി റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറൊക്കെ സെർച്ച് ചെയ്യുക. അതായത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്ററേച്ചർ സർവേ നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫൈനലൈസിങ് ദി റിസർച്ച് പ്രോബ്ലം. അതായത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം സെലക്ട് ചെയ്ത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചർ സർവേ ഒക്കെ നടത്തി. ഇനി ആ ഒരു പ്രോബ്ലം ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലം ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു പ്രോബ്ലം എന്താവരുത്, ഒരുപാട് വൈഡ് ആവാൻ പാടില്ല. അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവാൻ പാടില്ല. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യാൻ. അതായത് ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രോബ്ലം ഫൈനലൈസ് ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. അതായത് നമ്മൾ ഓൾറെഡി ഒരു ലിറ്ററേച്ചർ സർവേ നടത്തിയിട്ടുണ്ട്, അതിനെ ഒന്നുകൂടി എക്സ്റ്റെൻസീവായിട്ട് നടത്തുക. അതായത് ഒന്നുകൂടി വൈഡ് ആക്കിയിട്ട് ആ ഒരു ലിറ്ററേച്ചർ സർവേനെ വിശകലനം ചെയ്യുക. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ദി ഹൈപ്പോത്തീസിസ്. അതായത് റിസർച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പററി അസംഷൻസിനെയാണ് ഈ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള കാര്യം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാവുക ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് ഓൾറെഡി അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലമായി റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോത്തീസിസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് ഡിസൈൻ. അതായത് സീരീസ് ഓഫ് റിസർച്ചിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ ടെക്നിക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി സാമ്പിൾ ഡിസൈൻ. അതായത് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണിത്. പല രീതിയിൽ നമുക്ക് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ ഈ സാമ്പിൾ എന്ന് പറയുന്നത് എന്താ, വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് സ്റ്റഡി നടത്തുക, അതിനാണ് ഈ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനാണ് ഈ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട സാമ്പിൾ ഡിസൈൻ ഏതാണെന്ന് നമ്മൾ എന്താക്കണം, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കളക്ടിങ് ദി ഡാറ്റ. അതായത് നമുക്ക് പല രീതിയിൽ ഡാറ്റാസിനെ കളക്ട് ചെയ്യാം. അതായത് പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് വെച്ചിട്ട് എന്താ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്, ആ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാണ്. അപ്പോൾ അതിനാണ് ഈ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കയ്യിൽ പ്രോബ്ലമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഓൾറെഡി ഒരാൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കളക്ട് ചെയ്യുന്നതിനാണ് ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. 9ാമത്തെ സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. അതായത് റിസർച്ച് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്. ഇനി 10ാമത്തതാണ് അനാലിസിസ് ഓഫ് ദി ഡാറ്റ. അതായത് കറക്റ്റ് നമ്മൾ ഡാറ്റേനെ എന്താക്കണം, അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ്. അതായത് നമ്മൾ മുമ്പ് ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് ഒരു അസംഷൻ ആയിരുന്നു. അതായത് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. എന്നാൽ അത് റൈറ്റ് ആണോ എന്ന് ലാസ്റ്റാണ് അറിയുക. അപ്പോൾ അത് അറിയുന്ന ഒരു സ്റ്റേജാണിത്. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ആ ഒരു സ്റ്റേജിനാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. 12ാമത്തെ സ്റ്റെപ്പാണ് അറൈവിങ് അറ്റ് ജനറലൈസേഷൻസ്. ഇവിടെ ഒരു കൺക്ലൂഷൻ ഫൈൻഡ് ചെയ്യലാണ്. അതായത് ഡാറ്റ ജനറലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു സ്റ്റെപ്പാണിത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇതിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് എന്താക്കി ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത്, എന്നിട്ട് ഒരുപാട് സ്റ്റെപ്പൊക്കെ പാസ് ചെയ്ത് ആ ഒരു സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് ഇനി എന്താക്കണം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോത്തിസും റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോബ്ലമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താക്കണം, ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് റിസർച്ചിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് കാഷ്വൽ റിസർച്ച്. അതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്ന് നോക്കാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ റിസർച്ചാണ്. ഫോർമുലേറ്റീവ് റിസർച്ച് എന്നും പറയുന്നുണ്ട്. അതായത് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നതിനാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഒരു ന്യൂ പ്രോബ്ലത്തിൻ്റെ പ്രിലിമിനറി സ്റ്റഡിയാണ്. അതായത് നമുക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നടത്തുന്ന ഒരു റിസർച്ചാണിത്. ഇതിന് 3 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ലിറ്ററേച്ചർ സർവേ. അതായത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന റിസർച്ചിനെയാണ് ലിറ്ററേച്ചർ സർവേ. ഇനി രണ്ടാമത്തതാണ് എക്സ്പീരിയൻസ് സർവേ. അതായത് ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പേഴ്സണിനെ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫോർമൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് റിസർച്ച് നടത്തുക. ഇനി മൂന്നാമത്തതാണ് സ്റ്റഡി ഓഫ് ഇൻസൈറ്റ് ഫോർമുലേറ്റിംഗ് കേസസ്. അതായത് ഫൈൻഡ് ചെയ്യാൻ കഴിയാത്ത ഏരിയാസിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് റിസർച്ച് നടത്തുക. ഇനി പറയുന്നത് അതിലുള്ള കാഷ്വൽ റിസർച്ച് എന്താണെന്നാണ്. കാഷ്വൽ റിസർച്ച് ഡീൽ ചെയ്യുന്നത് വൈ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഇത് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് തിയററ്റിക്കൽ ആൻഡ് എംപിരിക്കൽ റിസർച്ച്. തിയററ്റിക്കൽ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ചിനെയാണ് ഈ തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. രണ്ടാമതാണ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ചിൽ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ്റെയും എക്സ്പെരിമെൻറ്റിൻ്റെയും ബേസിലാണ്. അതുപോലെ ഇതിലെന്താണ് ഈ പ്രൈമറി ഡാറ്റാസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ് നടത്തുന്നത്. ഈ എംപിരിക്കൽ റിസർച്ചിന് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഫസ്റ്റ് ബേസിക് റിസർച്ച് എന്താണെന്ന് നോക്കാം. ബേസിക് റിസർച്ചിനെ പ്യുവർ റിസർച്ച് എന്നും ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും തിയററ്റിക്കൽ റിസർച്ച് എന്നും പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഒരു ബേസിക് ഫോമാണ്. അതുപോലെ ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്.
ഇതെന്താ നമുക്ക് നോളജൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിസർച്ചാണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിട്ട് നടത്തുന്ന റിസർച്ച് ഒന്നല്ല, നമ്മളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നടത്തുന്ന ഒരു റിസർച്ചാണ്. അതായത് നമ്മുടെ നോളജൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇത് ഫർദർ റിസർച്ചിനുള്ള ഒരു ബേസാണ്. ഇനി രണ്ടാമത്തതാണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിന് ആക്ഷൻ റിസർച്ച് എന്നും പറയുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് ഈ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതെന്താ നോളജൊക്കെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ച് ഒന്നല്ല, ഇത് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആക്യുറേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച്. ഇതെന്ന് പറയുന്നത് ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അതുപോലെ ഇതെന്താ ഒരു സിമ്പിൾ ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയും ഇൻ്റർവ്യൂവിലൂടെയും ക്വസ്റ്റ്യനെയറിലൂടെയാണ്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കളക്ട് ചെയ്യുന്നത്. അടുത്തതാണ് അനലിറ്റിക്കൽ റിസർച്ച്. അതായത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാസിനെ അനലൈസ് ചെയ്യുക. അതാണ് ഈ അനലിറ്റിക്കൽ റിസർച്ചിൽ പറയുന്നത്. ഇവിടെ ഹൈപ്പോത്തീസിസ് ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഇതിലെന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബിസിനസ് റിസർച്ച് മെത്തേഡിൽ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ബിസിനസ് റിസർച്ച് എന്താണ്, മെത്തേഡ്സ്, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, റോള്, ടൈപ്പ്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.